വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കണു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് സ്കോളർഷിപ്പിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇത് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ +2 കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനുമുള്ള സ്കോളർഷിപ്പാണ്. ഫുള്ളി ഫണ്ടഡ് ബൈ ജാപ്പനീസ് ഗവൺമെൻറ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് 12th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ്, അതായത് അവർക്കായിരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളുടെ ഈ 12th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന്. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് എന്നോണാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു 12th കഴിഞ്ഞ് ഒരു കുട്ടി എങ്ങനെയാണ് ഈ മെസ്റ്റ് സ്കോളർഷിപ്പിലേക്ക് എത്തിപ്പെടേണ്ടത് എന്നാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ആദ്യം നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, പിന്നെ നമുക്കൊരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഇത്രയും സ്റ്റേജുകൾ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ഭാഗമാവാൻ പറ്റുക. പക്ഷേ അതിന് മുന്നേ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യലാണ്. അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിട്ടുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ എങ്ങനെയാണ് അണ്ടർ ഗ്രാജുവേഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നെക്സ്റ്റ് സ്കോളർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഗൂഗിൾ സെർച്ചിൽ ജപ്പാൻ നെക്സ്റ്റ് സ്കോളർഷിപ്പ് എന്ന് യൂഷ്വലി നമ്മൾ പലതും സെർച്ച് ചെയ്യുന്നത് പോലെ സെർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എംബസി ഓഫ് ജപ്പാൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു വിൻഡോ വരും. അതിൽ നമ്മൾക്കറിയാം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം 12th കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ കോളേജസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കോളേജസിൽ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട്, അതിപ്പം ഏത് കോഴ്സസിലാണെങ്കിലും, ഇപ്പം സയൻസ് റിലേറ്റഡ് ആണെങ്കിലും ആർട്സ് റിലേറ്റഡ് ആണെങ്കിലും ഏത് ഫീൽഡിൽ വിടുന്ന കോഴ്സസ് ആണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ലീഡിങ് ടു ബാച്ചിലേഴ്സ് ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ 12 സ്കോളർഷിപ്സ് അവൈലബിൾ ആണ് ഇപ്പം പ്രസൻ്റ്ലി ഇന്ത്യയിൽ. അപ്പോൾ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ 12 പേരിൽ ഒരാളാവാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ പീരീഡ് കൊടുത്തിട്ടുണ്ട്. 17 ഏപ്രിൽ തൊട്ട് നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 27 മെയ് വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ കോൺസുലേറ്റിലോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ആപ്ലിക്കേഷൻസ് ഫോർ 2025 ആണ്. ഓക്കെ, അപ്പോൾ 2025 ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 12th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ വർഷമായിരിക്കില്ല നിങ്ങൾ ജോയിൻ ചെയ്യുക, പക്ഷേ നെക്സ്റ്റ് ഇയർ ആയിരിക്കും 2025 നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു വിൻഡോ വരും. ഓക്കെ, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഏജുമായിട്ടുള്ള ക്രൈറ്റീരിയ എന്താണ്, അതായത് 2000 ഏപ്രിൽ 2 ശേഷമോ അല്ലെങ്കിൽ ആ ദിവസമോ ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ മുന്നേ ജനിച്ചിട്ടുള്ളവർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, പിന്നെ ഫീൽഡ് ഓഫ് സ്റ്റഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സയൻസിൽ ഇപ്പം ബയോളജി സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്, കൊമേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ സെപ്പറേറ്റ് കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ഇവിടെ സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ഒരു A ഗ്രൂപ്പും B ഗ്രൂപ്പും അവൈലബിൾ ആണ്. ഇതിൽ ലോ, പൊളിറ്റിക്സ്, പെഡഗോജി, സോഷ്യോളജി, ലിറ്ററേച്ചർ, ഹിസ്റ്ററി അങ്ങനെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. രണ്ടാമത്തെ B സെക്ഷനിൽ എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സസ് ഇവിടെയും അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ സെക്ഷനാണ് നാച്ചുറൽ സയൻസസ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റഡീസിൻ്റെ ബേസിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇൻഫോർമേഷൻ എഞ്ചിനീയറിംഗ് ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് ഏതാണെന്ന് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഈ നമ്പേഴ്സ്
സ്റ്റേജസ്, അതായത് ഈ 1, 2, അതായത് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസിനാണ് 1 എന്ന് കൊടുത്തിട്ടുള്ളത്, നാച്ചുറൽ സയൻസിന് വേണ്ടിയിട്ടാണ് 2 എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ എ ഉണ്ട്, ബി ഉണ്ട്. ഇവിടെ നമുക്ക് എയും ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ആവശ്യം വരും പിന്നീട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഇപ്പം ആവശ്യമില്ല, ഇപ്പം നമ്മൾ ജസ്റ്റ് നോക്കുവാണ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിന് ആകെ വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ, അതായത് ഇത്രയും ഫ്രീ ആയിട്ട് ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഇത്രയും ഫ്രീ ആയിട്ട് സുഖത്തോടും സൗകര്യത്തോടു കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ആകെ വേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 12th, ഓക്കെ, 12th മിനിമം 80% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ്. വെറും 80% മാർക്ക് സ്കോർ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഈ ലാംഗ്വേജ്, അതായത് ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി, അതായത് ജാപ്പനീസ് ലാംഗ്വേജിൽ കുറച്ച് നോളജൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ച് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാന്ന് വിചാരിച്ച് പേടിക്കണ്ട, നമ്മൾ ഇന്ത്യയിലെ സ്റ്റുഡൻസ് ആണ്, അപ്പം അധിക പേർക്കും ജാപ്പനീസ് ലാംഗ്വേജ് അറിയണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. പിന്നെ അതുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു പോയിൻ്റാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടേം ഓഫ് സ്കോളർഷിപ്പ് ഉണ്ട്, അതായത് 2025 ഏപ്രിൽ തൊട്ട് മാർച്ച് 2030 വരെയാണ്, അതായത് 5 വർഷത്തേക്കാണ്. ഈ 5 വർഷത്തിൽ നിങ്ങളുടെ ജാപ്പനീസ് ലാംഗ്വേജ് ക്ലാസ്സസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്കോളർഷിപ്പ് ഇവിടെ കണ്ടോ, അപ് ടു 12 സ്റ്റുഡൻസിനാണ്. പിന്നെ അലവൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഫീ ഒന്നുമില്ല, ട്രാവലിംഗ് എക്സ്പെൻസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഈ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനാണെങ്കിൽ 3 ഫോമാണ് നിങ്ങളിപ്പം പ്രസൻ്റ്ലി ഫില്ല് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റേജിൽ. എന്നിട്ട് ഇത് നമ്മളുടെ രാജ്യത്തെ കോൺസുലേറ്റിലോട്ട് അല്ലെങ്കിൽ എംബസിയിലോട്ട് സെൻഡ് ചെയ്യണം. ഓക്കെ, പോസ്റ്റായിട്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ 3 ഫോമും ഫില്ല് ചെയ്തിട്ട് ഇവിടെ തന്നിട്ടുണ്ട് കുറച്ച് അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ജപ്പാൻ ഇൻ ചൈന, കോൺസുലേറ്റ് ജനറൽ ഓഫ് ജപ്പാൻ ഇൻ കൊൽക്കത്ത, മുംബൈ എന്നൊക്കെ കാണുന്നുണ്ട്, കേരളം കാണുന്നില്ലല്ലോ എന്ന്. പേടിക്കണ്ട, ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഫോർ സ്റ്റുഡൻസ് റിസൈഡിങ് ഇൻ തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള, ആന്ധ്ര ആൻഡ് തെലങ്കാന. ഈ അഡ്രസ്സിലോട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഫോം എടുക്കുക. ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അകത്ത് ആക്ച്വലി 4 പേജസ് ആണുള്ളത്. വെരി ഈസിലി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളുടെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്സും കാര്യങ്ങളൊക്കെയാണ്, അതായത് 10th-ലും 12th-ലൊക്കെ ഉള്ള മാർക്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ നെയിം ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഏജ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഫോം ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് വളരെയധികം ഫാസ്റ്റായിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ അടുത്തതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഹെൽത്ത്. ഓക്കെ, അതായത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ, നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് ഇത് ഫില്ല് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഇതാണ് രണ്ടാമത്തെ ഫോം. പിന്നെ മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് സാമ്പിൾ ഫോർമാറ്റ് ഓഫ് റെക്കമെൻഡേഷൻ ലെറ്റർ ആണ്. ഇത് നിങ്ങൾക്ക്, ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ 10th അല്ലെങ്കിൽ 12th ഒക്കെ കഴിഞ്ഞ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിനെ കൊണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ കൊണ്ടോ നിങ്ങൾക്ക് ഫില്ല് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഈ ഒരു ഫോമിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് അദ്ദേഹം തരുന്ന രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക, അതായത് ഈ ഫോം ഫില്ല് ചെയ്തിട്ട് ഇതൊരു എൻവലപ്പിലാക്കിയിട്ട് ഇതിന് സീലും സൈനും ചെയ്തിട്ട് വേണം അദ്ദേഹം നമുക്ക് തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നമ്മൾ ഈ മറ്റേ 2 ആപ്ലിക്കേഷൻ്റെ കൂടെ വെച്ചിട്ട് വേണം സെപ്പറേറ്റ് വേറൊരു എൻവലപ്പിൽ ഈ 3 കൂടെ ഇട്ട് ഈ കോൺസുലേറ്റ് ജനറൽ ഓഫ് ജപ്പാൻ ഇൻ ചെന്നൈയിലോട്ട് അയക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇത് സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് രണ്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ജപ്പാനിലോട്ട് പോവാം. അപ്പോൾ ഇത്ര മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ മെയ് 27-ന് മുന്നേ എല്ലാവരും എന്ത് ചെയ്യണം, 12th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ 3 ഫോമും ഡൗൺലോഡ് ചെയ്ത് കോപ്പി എടുത്ത് ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു അഡ്രസ്സിലോട്ട്, അതായത് കോൺസുലേറ്റ് ജനറൽ ഓഫ് ജപ്പാൻ ഇൻ ചെന്നൈ എന്നുള്ള ഈ അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്യാം. വളരെ വൈകാണ്ട് തന്നെ ചെയ്യാം. മെയ് 27 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഇന്ന് ഓൾറെഡി മെയ് 3 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാവുന്നതാണ്. ഓക്കെ.